ചിലവർക്ക് വെയിലായിരിക്കും ഇഷ്ടം, ചിലവർക്ക് മഴയായിരിക്കും ഇഷ്ടം, എന്നാൽ ചിലവർക്ക് സ്നോ ആയിരിക്കും ഇഷ്ടം. ഇതിലൊന്നും പെടാത്ത ഒരാളാണ് ഞാൻ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടോക്കസ്റ്റ്. ഞാൻ അങ്ങനെ മഴയത്ത് അങ്ങനെ ഇറങ്ങി നടന്നിട്ടില്ല. അതിന് കാരണമുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് തുമ്മലും ചീറ്റലും എല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ മഴ കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ സമയത്ത് പുറത്തിറങ്ങി നടക്കാനുണ്ടല്ലോ, ഒരു പ്രത്യേക തരം സുഖ. അതുപോലെ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ മടി പിടിച്ച് വീടിൻ്റെ അകത്ത് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ മാറി. അപ്പൊ നമ്മൾ വിചാരിച്ചു ചുമ്മാ ഒന്ന് പുറത്തു പോയി നടന്നിട്ടൊക്കെ വരാമെന്ന്. ഓൾറെഡി ഇവിടെ ഒരു ഉച്ചയാവാറായിട്ടുണ്ടാവും നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ. നമ്മളാണെങ്കിൽ രാവിലെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഭയങ്കര മടിയായതുകൊണ്ട് നമ്മൾ അങ്ങനെ രാവിലെ കുക്കൊന്നും ചെയ്തില്ലായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പണിയെടുക്കാൻ അത്ര അങ്ങോട്ട് സുഖം ഉണ്ടാവില്ലല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു ഓ ബേഗലിൽ പോയിട്ട് അവനൊരു ഐസ്ഡ് ഹിബിസ്കസ് ടീയും ഞാനൊരു ക്യാപച്ചിനോ ആണ് ഓർഡർ ചെയ്തത്. കഫൈൻ ബോഡിക്ക് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാപച്ചിനോ ഓർഡർ ചെയ്യാൻ ഞാൻ. പക്ഷെ എന്നിട്ടോ എന്റെ ക്യാപച്ചിനോ ആണ് അവൻ കുടിച്ചത്. അത് വേറെ കാര്യം. നമ്മൾ ഓൾറെഡി ഓബേഗിൽ നിന്ന് സാൻഡ്വിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് പരതി നോക്കിയപ്പോഴേക്കും നമുക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കാനാവില്ല. അങ്ങനെ നമ്മൾ പിന്നെയും ഓബേഗിൽ തന്നെ എത്തി. ബേഗിൽ എന്ന് പറഞ്ഞാൽ തന്നെ ബ്രെഡ് എന്ന് പറയാൻ ഒരു ബ്രെഡ് റോൾ പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെ ഡോണറ്റിന്റെ ഷേപ്പിലാണ് അത് ഇരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ്സും സംഭവങ്ങളും വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ രീതിയിൽ അവർ ഉണ്ടാക്കി തരും. പക്ഷെ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, ഭയങ്കര ജ്യൂസിയാണ്. നമ്മൾ ഓർഡർ ചെയ്തത് അവിടുത്തെ ഡ്രോപ്പ് ദ ബീഫ് ആയിരുന്നു. ഇത് ശരിക്കും 2 ഡോണറ്റിന്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് തന്നിട്ട് ആ ഒരു വലിയൊരു പീസ് ഡോണറ്റിന് നമ്മൾ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരണം. അപ്പൊ നമുക്ക് ഒരു പോർഷൻ മേടിച്ചാൽ മതി, നമുക്ക് 2 പേർക്ക് കൂടെ കഴിക്കാനായിട്ട്. നിങ്ങൾ ഓസ്ട്രേലിയയിലാണെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഓസ്ട്രേലിയയിലുണ്ടെങ്കിലോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഓബേഗിൾ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ടാറ്റു സ്റ്റുഡിയോ കണ്ടത്. പെട്ടെന്നാണ് ഷാരോണിന് ടാറ്റു അടിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസൈൻസും സംഭവങ്ങളും നോക്കിയെങ്കിലും പെട്ടെന്ന് വന്ന ആഗ്രഹമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്തു. നിങ്ങളുടെ ഫേവറേറ്റ് സീസൺ ഒന്ന് കമന്റ് ചെയ്യുന്നേ. ബൈ ബൈ.